ഒരു സമൂഹ ജീവി എന്ന നിലയിൽ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ. അധികം ആളുകളും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് അവരുടെ ഷൈ ആയിട്ടുള്ള ക്യാരക്ടറും മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന ചിന്താഗതിയും. ഇത്തരത്തിലുള്ള ചിന്താഗതികൾക്കുള്ള സൊല്യൂഷനും കമ്മ്യൂണിക്കേഷൻ സുഗമമാക്കാനുള്ള കുറച്ച് വഴികളുമായിട്ടാണ് മല്ലു മോട്ടിവേറ്റർ ഇന്ന് വന്നിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ സുഖകരമാക്കാനുള്ള 10 ടിപ്പുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആദ്യത്തെ ടിപ്പ് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ആദ്യമായിട്ട് വേണ്ടത് ലിസണിങ് ആണ്. അതായത് കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങൾ ആദ്യം നല്ലൊരു കേൾവിക്കാരനാവണം. അതായത് 80% കേൾക്കുകയും 20% മാത്രം സംസാരിക്കുകയും ചെയ്യുന്നത് ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ശീലമാണ്. ഓക്കെ, മറ്റുള്ളവരെ കേൾക്കുന്നതിലൂടെ അവരായിട്ട് ഒരു അടുപ്പം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അതേപോലെ അവരുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് പെരുമാറാൻ സാധിക്കും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സംസാരം വ്യക്തമായിട്ടുള്ള രീതിയിലായിരിക്കണം. അതായത് വ്യക്തതയോടെ ആളുകൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംസാര ശൈലി പിന്തുടരാൻ ശ്രമിക്കുക. അതുവഴി അവർക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നുകയും നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ലളിതമാക്കാൻ സാധിക്കും. ലളിതമായ വാക്കുകൾ ഉപയോഗിക്കുക, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ. അതായത് നമ്മൾ ആരോടോ സംസാരിക്കുന്ന ആ വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക, ഓരോ വാക്കും സൂക്ഷിച്ചുപയോഗിക്കുക. മൂന്നാമത് വേണ്ടത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ നമ്മുടെ ബോഡി ലാംഗ്വേജും ഐ കോണ്ടാക്റ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ശരീരഭാഷ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അധികം ആളുകളും ശ്രദ്ധിക്കാത്തൊരു ഘടകമാണ് ശരീരഭാഷ. നമ്മുടെ ശരീരഭാഷയും നമ്മുടെ ഐ കോണ്ടാക്റ്റും നമ്മുടെ കമ്മ്യൂണിക്കേഷനെ പോസിറ്റീവായും നെഗറ്റീവായിട്ടും ഇമ്പാക്റ്റ് ചെയ്യുക. അതായത് ഒരാളെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്നത് കോൺഫിഡൻസിൻ്റെ ലക്ഷണമായിട്ടാണ്. അതായത് നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുക, നിങ്ങളുടെ സാഹചര്യങ്ങളിലെല്ലാം പോകുമ്പോൾ ഇതാക്കുക. അതപ്പോൾ നിങ്ങൾക്ക് ആളുകളെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ പേടിയാണെങ്കിൽ നിങ്ങൾ അവരുടെ നെറ്റിയിലേക്ക് നോക്കുക. അപ്പോൾ അവർ കാണാൻ നമ്മൾ കണ്ണിലേക്ക് നോക്കുന്നതാണ്, പക്ഷേ അവരുടെ നെറ്റിയിലേക്ക് നോക്കുക. കൂടാതെ തുറിച്ച് നോക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായത് തുറിച്ച് നോക്കിയാൽ അത് കമ്മ്യൂണിക്കേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കും. നാലാമത്തെ ഒരു ടിപ്പാണ് ടോണ്. അതായത് നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും അതിന് കൃത്യമായൊരു ടോണ് നിലനിർത്തുക. അതായത് ആ ഒരു സംസാരത്തിൻ്റെ ഇതിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ടോണ് സംസാരിക്കുക. അതായത് ശാന്തമായി സംസാരിക്കുന്നിടത്ത് ശാന്തമായിട്ടും ഹാർഡായിട്ട് സംസാരിക്കുന്നിടത്ത് ഹാർഡായിട്ടും സംസാരിക്കുക. പിന്നെ മറ്റുള്ളവരോട് എമ്പതി ഉണ്ടാവണം. അതായത് മറ്റുള്ളവർ വികാരങ്ങളും അവരൊരു മനുഷ്യനാണ്, ഒക്കെ അവരോട് സംസാരിക്കുമ്പോൾ ചിന്തിക്കേണ്ട രീതികളൊക്കെ ശ്രദ്ധിക്കുക. കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മറ്റൊരു ടിപ്പാണ് റെസ്പെക്റ്റ് കൊടുക്കുക. അതായത് കേൾക്കുന്ന ആൾക്കാർക്ക് അർഹിച്ച ബഹുമാനം കൊടുക്കണം. എല്ലാവർക്കും ബഹുമാനം കൊടുക്കണം. അവരോട് ബഹുമാനത്തോടെ കാര്യങ്ങൾ പറയുക, അവരുടെ ആശയങ്ങൾ ബഹുമാനത്തോടെ കേൾക്കുക, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക. ഓക്കെ, പിന്നെ വേണ്ട വേറൊരു ടിപ്പാണ് കോൺഫിഡൻസ്. അതായത് നല്ലോണം കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ നല്ല കോൺഫിഡൻസ് വേണം. നല്ല കോൺഫിഡൻസോടെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കൊടുക്കാം, ലിങ്കിൽ കൊടുക്കാം. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് ഓപ്പൺ മൈൻഡാണ്. അതായത് ഫീഡ്ബാക്ക് സ്വീകരിക്കാനുള്ള മൈൻഡ് വേണം. അതായത് അവർ പറയുന്ന അഭിപ്രായങ്ങൾ, അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലുള്ള തെറ്റുകൾ തിരുത്താനുള്ള വേണം, ഫീഡ്ബാക്ക് സ്വീകരിക്കണം. തെറ്റുകൾ തിരുത്താനുള്ള ഇതാക്കുക. തെറ്റ് തിരുത്തുന്നതിനോട് നല്ലതാണ് സംഭവിക്കുക. തെറ്റുകൾ അംഗീകരിക്കുക, അത് തിരുത്തുന്നതും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടും. വേറൊരു ടെക്നിക്കാണ്, അതായത് വേറൊരു ടിപ്പാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എന്ത് പറ്റും, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുക. അതായത് ഗ്രൂപ്പുകളിൽ പോലുള്ള സ്ഥലങ്ങൾ, പൊതുപരിപാടികളിലെല്ലാം സംസാരിക്കുക. അതായത് ചെറിയ രീതി സംസാരിച്ച് മുകളിലേക്ക് എത്തിയാൽ മതി. ഓക്കെ, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, അതായത് നേരത്തെ പറഞ്ഞ ടിപ്പ് തന്നെയാണ്. അതായത് ഫീഡ്ബാക്കുകൾ സ്വീകരിക്കുക. അതായത് മറ്റുള്ളവർ നിങ്ങളോട് പറയുന്ന വിമർശനങ്ങളായിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, മര്യാദക്കുള്ള വിമർശനങ്ങളെല്ലാം സ്വീകരിച്ച് ഇതാക്കുക. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ചുരുക്കം ടിപ്പുകൾ മാത്രമാണിത്. കമ്മ്യൂണിക്കേഷൻ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ്. ഒരു സ്കില്ല് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ഇതാക്കുക. ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുമ്പോൾ
നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കൂടുക തന്നെ ചെയ്യും. ഓക്കെ, കൂടുതൽ ടിപ്പുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഷെയർ ചെയ്യുക. ഓക്കെ, ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ. കുറച്ച് എക്സാക്ട്